നിലപാടുകൾ തമ്മിൽ കൊമ്പ് കൊടുക്കാൻ നമ്മളോട് എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലാണ്. സ്വാഗതം. അതല്ല ഇവളിപ്പോ എന്നതിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇന്നലെ ഫുൾ എയറിലായിരുന്നു പൊതുവെ ഒരു സംസാരം ഉണ്ട്. അങ്ങനെയാണോ? സ്വാഭാവികം. അതെ, ഓൺ എയർ ആണല്ലോ നമ്മൾ പോകുന്നത്. എന്നെ കാണുന്നെങ്കിൽ മുകളിലോട്ട് കിടക്കണം. ഈ പൈലറ്റുമാരെ പോലെ ആകാശത്തുള്ള പണിയിലെ തോമാച്ചായ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ തുടങ്ങാം. ഷിംജിത ദീപക് ഇഷ്യൂ എന്താണ് നിലപാട്? അത് ഉത്തരം പറ. സമൂഹവും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ചേർന്നാണ് ഈ ദീപകിനെ കൊന്നു കളഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ഷിംജിതയിലേക്ക് കല്ലെറിഞ്ഞ് ആരോപിക്കാൻ വേണ്ടി പറ്റില്ല. ഓ, ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? ഞാൻ പറയാൻ പോകുന്ന കാര്യം ചേട്ടൻ പീസ്ഫുൾ ആയിട്ട് കേൾക്കണം. അപ്പൊ എനിക്കത് കണ്ടപ്പോഴേ എനിക്കതൊരു സെക്ഷൽ അസോൾട്ട് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് അതിന്റെ ടച്ച് കണ്ടപ്പോൾ സെക്ഷൽ അസോൾട്ട് ആയിട്ട് എനിക്ക് തോന്നി. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഷിംജിതയെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഷിംജിതയെ ന്യായീകരിക്കുന്നത് നമ്മളിപ്പോ ഷിംജിത എന്ന് പറയുന്ന ഒരാളല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് കുറെ റൈറ്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് അതിന്റെ പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീ വരുമ്പോഴത്തേക്കും ഭയങ്കരമായ രീതിയിൽ അങ്ങ് ഇളകുന്നു. അതിവിടെ സ്ത്രീവിരുദ്ധ സമൂഹമായതുകൊണ്ടാണ്. ഞാനത് എങ്ങനെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും? അതെന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുത്ത് ഇടേണ്ടി വരുന്നത്? നമ്മുടെ സൈബർ സ്പേസിലും അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളും കറക്റ്റ് ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. കൂടുതൽ വിശേഷം നീ പറയുന്നത് എനിക്കറിയാടി. നിന്നെ ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം. പോലീസ് ആക്ഷൻ അവന്മാർ എടുക്കൂല. ഇനി ഞാൻ പറയുന്നു അവന്മാർ എടുക്കൂല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇവിടുത്തെ ഏതെങ്കിലും മിനിസ്റ്റർക്കെതിരെയോ പിണറായി വിജയന്റെ മകൾക്കെതിരെയൊക്കെ ആണെങ്കിൽ ഇത് ഇടുന്നതെങ്കിൽ അവർ ദുബായിലല്ല അമേരിക്ക വരെ പോയി പിടിച്ചിട്ട് വരും. നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പോലീസുകാർ കേസ് അങ്ങ് എടുത്ത് മല മറിക്കും. ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തും? ഇതുപോലെ സമൂഹം ഇളകില്ല. സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സമൂഹം എന്തുകൊണ്ടാണ് ഇളകാത്തത്? പുരുഷന്മാർക്ക് മാത്രം പ്രശ്നം വരുമ്പോൾ സമൂഹം ഇതുപോലെ ഇളകുന്നു. ഈ ആൾക്കാരെല്ലാം ഞാൻ വെടി എന്ന് പറയുകയാണ്. സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ? സ്ത്രീകളെ അവിടെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ സമൂഹം. ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. ഇത് സ്ട്രോങ് ആണ്. ഇവിടുത്തെ പോലീസുകാർക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. മര്യാദക്ക് നിന്നല്ലേ അഴി എണ്ണിക്കും. ഞാൻ ദീപകിന്റെ മരണത്തിൽ സന്തോഷം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ക്രെഡിറ്റ് ആയിട്ട് ഞാനതൊരു ബോണസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് വിളിച്ച അതും അവനൊരു തണലെന്ന് കേട്ടിട്ടില്ലേ? കമ്മീഷനെ കൊണ്ട് ഒരു ഉപകാരമില്ല. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ഞാൻ വരുവാ, പെണ്ണുങ്ങൾക്കെല്ലാം കൂലി തരാം. ഈ ബസ്സിലെ ക്രൈമുകൾ അന്വേഷിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വല്ല സൈബർ സെല്ല് പോലെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബസ് സെല്ല് രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിച്ചിരി കൂടുതലല്ലേ? കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ആ പെൺകുട്ടി മുട്ടിച്ച് അല്ലെങ്കിൽ ബ്രസ്റ്റിനെ കൊണ്ടുപോയി ചേർത്ത് ഉരുമി അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അശ്ലീലമായിട്ട് തോന്നുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ പറയുന്ന പുരുഷന്മാരോട് അറപ്പ് തോന്നുന്നു. എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിന്റെ അവൾ അങ്ങോട്ട് കൊണ്ട് മുട്ടിച്ചു, മുല കുത്തി മരിച്ചു. നാളെ നമ്മൾ ലിംഗം കുത്തി എത്ര പേര് മരിച്ചിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ഓ, എന്തൊരു മഹാമാര്. ഞാൻ ജനിക്കേണ്ടേ ഇരുന്നില്ല. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. അപ്പൊ ഞാൻ പോവാണേ. എവിടെ വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.